ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്ന ഈ ഒരു സമയത്ത് ആരെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആരെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അവരെന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അവർ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് ക്വീൻ ഓഫ് കപ്സ്. ദ ഹെറോഫന്റ് കാർഡ് ആണ്. ദ എംപ്രസ് കാർഡ്, ക്വീൻ ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ ക്വീൻ ഓഫ് സോർഡ്സ് ഉണ്ട്, കിങ് ഓഫ് സോർഡ്സ് ഉണ്ട്, ഏസ് ഓഫ് വൺസ്. ഓക്കെ, ത്രീ ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് വൺസ്, നൈറ്റ് ഓഫ് വൺസ്, സെവൻ ഓഫ് പെന്റക്കിൾസ്, എയ്റ്റ് ഓഫ് കപ്സ്, ദ മൂൺ കാർഡ്. ഇപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, ദ എംബ്രർ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കിങ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്, അതുപോലെ ക്വീൻ ഓഫ് കപ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, ദ എംപ്രസ്, ഇങ്ങനെ 4 കാർഡുകൾ എടുക്കും. അപ്പോൾ ഈ ഒരു കാർഡുകൾ കാണിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള എനർജീസ് ആണ്. അവര് ഒരു ആഴത്തിലുള്ള അതുപോലെ തന്നെ ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സണ് ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടോ. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന കുറച്ച് അടയാളങ്ങൾ, അത് നമുക്ക് ഈ ഒരു കാർഡുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് തന്നെയാണോ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇവിടെ ക്വീൻ ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. അപ്പോൾ വളരെ സ്നേഹവും കരുതലുമുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്വീൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലൊരു വേദനയോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടായാലും, അല്ലെങ്കിൽ അതായത് നമ്മളിങ്ങനെ പറയില്ലേ, കാൽപാദത്തിന് അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയാൽ പോലും പതറാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അത്തരത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, മനസ്സിൽ വളരെയധികം വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അത്തരത്തിൽ ക്യാരക്ടറുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ഇതിൽ ഏതെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അതുപോലെ ദ എംപ്രസ് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഒരു ന്യൂട്രിയൻ എനർജി ഉള്ള ഒരാളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് അവർ കാണുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3 ക്ലൂസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ക്ലൂ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു, അതായത് നിങ്ങളെ കുറിച്ചാണ് ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവരുടെ മനസ്സിൽ 2 തരത്തിലുള്ള എനർജീസ് ആണുള്ളത്. അതുപോലെ സ്നേഹവും സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുണ്ട്. അത് നമുക്കിവിടെ എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത്, നമുക്കിവിടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള ആളുകളുടെ എനർജി കൂടി കയറി വരുന്നത് കൊണ്ടായിരിക്കാം 2 വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുന്ന എനർജി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി എല്ലാവർക്കും റെസിനേറ്റ് ചെയ്യണം എന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ഉള്ള ആ ഒരു രീതിയിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നോക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ 2 റിലേഷൻഷിപ്പ് ഒരേ ടൈമിൽ കൊണ്ടുപോകുന്ന വ്യക്തികളുടെ എനർജീസ് ആയിരിക്കാം നമുക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന അവരുടെ മനസ്സിൽ 2 തരത്തിലുള്ള എനർജീസ് ഉണ്ട്. ഒരാള് സ്നേഹവും സോഫ്റ്റ്നെസ്സും ഉള്ള ഒരു വ്യക്തിയായിട്ടും
മറ്റൊരാൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയും അതുപോലെ സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികളെ കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു തേർഡ് പാർട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ഇത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജിയും കൂടി വരുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. പിന്നെ കിങ് ഓഫ് സോഴ്സിന്റെ എനർജി കാണിക്കുന്നത് അവരിപ്പോഴും ഇമോഷൻസ് വളരെയധികം കൺട്രോൾ ചെയ്ത് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു എനർജിയും കൂടി നമുക്കിവിടെ കിങ് ഓഫ് സോഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നമ്മൾ മുന്നിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബിഹേവിയറോ ക്യാരക്ടറോ ഒക്കെയാണ് നിങ്ങൾക്കുള്ള വളരെ സ്നേഹവും കരുതലും ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് എന്ത് വിഷമം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ നിങ്ങളെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നത് എന്നുകൂടി നമുക്കിവിടെ നോക്കാം. അപ്പം നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെറോഫൻ കാർഡ് ഉണ്ട്, എംബറർ കാർഡ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡും കൂടി കാണുന്നുണ്ട്. അപ്പോൾ അവരെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കളിതമാശ പോലെ അങ്ങനെയൊന്നുമല്ല അവരുടെ ചിന്തകൾ പോകുന്നത്. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് അവർ മനസ്സിൽ കണ്ടിട്ടുള്ള ആരാണോ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു കമ്മിറ്റ്മെന്റ് എടുക്കണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എങ്ങനെ ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഹെറോഫൻ കാർഡും എംബറർ കാർഡും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഇവിടെ ഒരു സ്ഥിരത, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്തുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ലോങ് ടേം തിങ്കിങ് ആയിട്ടുള്ള ലോങ് ടേം കണക്ഷൻ വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് പെന്റിക്കിൾസ് വരുമ്പോഴത്തേക്കും എഫേർട്ട് ഇട്ടിട്ട്, അതായത് അവരായിട്ട് കുറച്ച് എഫേർട്ട് ഇട്ട് ഈ റിലേഷൻഷിപ്പ് വർക്ക് ആക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു തോട്ട്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻസ് ഉണ്ടോ എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏസ് ഓഫ് വാൻസ്, അതുപോലെ പേജ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് വാൻസ്, ഈ 3 വാൻസിന്റെ ഫയർ എനർജിയാണ്. അപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ഫയർ എനർജി നമുക്ക് കാണിച്ചിരുന്നത്. നിങ്ങളോട് വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു ഡിസയർ ഉണ്ട് എന്നൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ഒരു സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. ഈ ഒരു പേഴ്സന്റെ ഓൺ ആൻഡ് ഓഫ് പോലെ ഉള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവർക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അതാണ് ഇവരെ നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിർത്തിയിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് ഈ 7 ഓഫ് പെന്റിക്കിൾസ്, അതായത് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ട്, അതായത് ഇവർ തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തുക, ഒരു ക്ലാരിറ്റി തരാതിരുന്ന് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവര് നിങ്ങളെ ഒബ്സർവ് ചെയ്യും. ആ ഒരു ഒബ്സർവ് ചെയ്യുന്ന ഒരു സമയത്തിലൂടെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ 8 ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. ഇമോഷണലി അവരൊരു ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഇങ്ങനെ ഇമോഷണലി നിങ്ങളിൽ നിന്നൊരു മാറി നിൽക്കാം എന്ന രീതിയിൽ ഒരു ഡിസ്റ്റൻസ് എടുത്ത് അവർ മാറി നിൽക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ടാകും. അപ്പോൾ പിന്നീട് വരുന്ന മൂൺ കാർഡാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കൺഫ്യൂഷൻ, ഫിയർ, ഡൗട്ട്സ്, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് കുറേയേറെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇത് വേണോ, അത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കണ്ടിരുന്നു, ഈ റിലേഷൻഷിപ്പ് വേണോ, ഇത് എങ്ങനെ റീബിൽഡ് ചെയ്തെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് അവർക്കുണ്ട്, കുറേ പേടികളുണ്ട്, കുറേ സംശയങ്ങളുണ്ട്, ഇതൊക്കെ അവർക്കുണ്ട്. അതായത് അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇല്ല. ഒരു ഭാഗത്ത് നിങ്ങളോടുള്ള വളരെയധികമായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്, മറ്റൊരു ഭാഗത്ത് വളരെയധികം പേടിയാണ് അവർക്ക് ഇതിലേക്കൊന്ന് വരാനായിട്ട്. ഇപ്പൊ ഞാനൊരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്, ഈ റിലേഷൻഷിപ്പിലേക്ക് ഇനിയും വന്ന് ഇത് റീബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ഈ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ വെളിയിൽ കിടക്കത്തില്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവരൊരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് എന്നുള്ളതാണ് ആ ഫയർ എനർജി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു ഡീപ്പായിട്ട് കണക്ഷൻ ഉള്ള ഒരു ആളെ, അതായത് നിങ്ങളാകാനാണ് സാധ്യത, നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ ഉള്ളില് ഒരു സ്നേഹമുണ്ടെങ്കിലും ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ലോജിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു സ്നേഹവും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും കൂടെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കമ്മിറ്റ്മെന്റ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരു കൺഫ്യൂഷൻസ് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ്. അത് അവരെ പിന്നോട്ടേക്ക് തള്ളുന്നു എന്നുള്ളതാണ്.
അപ്പൊ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോ നിങ്ങളെ കുറിച്ച് വളരെയധികം സ്നേഹമുണ്ട്, നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, അവർക്ക് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളുടെ അടുത്ത് നിങ്ങളോട് നല്ല ഒരു സ്നേഹം തന്നെ ഉണ്ട്. പക്ഷെ അവരൊരു ആക്ഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ റെഡിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി ഒട്ടും റെഡിയല്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവര് ഇനി അടുത്തതായിട്ട് എന്താണ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, അവരടുത്തതായിട്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിങ് ഓഫ് സോഡ്സ്, അതുപോലെ നൈറ്റ് ഓഫ് വാൻസ്, പേജ് ഓഫ് വാൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം കൂടാതെ നമുക്കിവിടെ 7 ഓഫ് പെന്റിക്കിൾസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. അവരിപ്പോഴും നിങ്ങളെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് മൂൺ കാർഡ് വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ പേജ് ഓഫ് വാൻസും അതുപോലെ നൈറ്റ് ഓഫ് വാൻസും വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സഡൻലി കോണ്ടാക്ട് ചെയ്യാനായിട്ട് പിന്നീട്, അതായത് ഇപ്പോഴല്ല, കുറച്ച് ഡിലേ ആവുന്നതിന് ശേഷം സഡൻലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് നമുക്ക് പറയാൻ പറ്റും. ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് അല്ലെങ്കിൽ ഒരു കാഷ്വൽ അപ്രോച്ച് ആ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് നമുക്ക്, ആ ഒരു ഫയർ എനർജി അവിടെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെസ്സേജ് കോളൊക്കെ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ കിങ് ഓഫ് സോൾസിന്റെ എനർജിയും എംപറർ എനർജിയും, ഈ 2 കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് അവർ ഇമോഷൻസ് കാണിക്കാതെ കൺട്രോൾ ആയിട്ട് ഇങ്ങനെ സംസാരിക്കും. അതായത് ഇത്രയധികം വളരെയധികം ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കുണ്ട്. പക്ഷെ അത് നേരിട്ട് അവർ കാണിക്കില്ല. അവര് നേരിട്ട് വന്നിട്ട് ഐ മിസ് യു അങ്ങനെ ഐ മിസ് യു എന്ന പോലെ ഒന്നും അവർ പറയത്തില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവരുടെ. എംപറർ എനർജി നമുക്കിവിടെ വന്നിരിക്കുന്നതുകൊണ്ട് അത് കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു സ്ലോ ആയിരിക്കും അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ സ്ലോയിലി ആയിരിക്കും അത് ഉണ്ടാവുക. ഇടയ്ക്കിടെ പെട്ടെന്ന് തന്നെ ഒരു കോണ്ടാക്ട് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു പേഴ്സൺ തിരികെ റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ തന്നെയും ഒരു കൺസിസ്റ്റൻസി വളരെ കുറവായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിലും ഞാനിപ്പോൾ എന്ത് ചെയ്യണം, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗൈഡൻസും കൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഗൈഡൻസസ് എല്ലാ റീഡിങ്ങിലും പറയുന്ന പോലെ സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ക്യൂൻ ഓഫ് സോഴ്സിന്റെ എനർജി നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഓവർ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. അവർ വരുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം, പക്ഷെ അവരെ ചേസ് ചെയ്യരുത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് ആകാനായിട്ട് ശ്രമിക്കുക. സ്നേഹമുണ്ട്, പക്ഷെ ആ ഒരു സ്നേഹമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കാം. ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി പറഞ്ഞു തരുന്നത്. പിന്നെ വരുന്നത് 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. 7 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പക്ഷെ വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങളുടെ ലൈഫ് കൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് വേണം ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട്. അവരെ മാത്രം ഫോക്കസ് ആക്കിക്കൊണ്ട് ഇങ്ങനെ നിങ്ങൾ അവർക്ക് വേണ്ടി സ്റ്റക്കായി നിന്ന് വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നമുക്കിവിടെ 7 ഓഫ് പെന്റിക്കിൾസ് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ എംപറർ എനർജി, ഒരു ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവര് കൺഫ്യൂസ്ഡ് ആകാം, അവർക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അവരിലേക്ക് വീണ്ടും വീണ്ടും ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുകയും ചേസ് ചെയ്ത് ചെല്ലുകയും ക്ലാരിറ്റി അന്വേഷിക്കുകയും അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ അവരുടെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് നിങ്ങളും പോകാതിരിക്കുക. നിങ്ങളെങ്കിലും ഒരു ക്ലാരിറ്റി കാണിക്കണം, നിങ്ങളെങ്കിലും ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നിങ്ങളോട് റെസ്പെക്ട് ഇല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു വാണിംഗ് എന്ന പോലെ യൂണിവേഴ്സ് നമുക്ക് പറയുന്ന മൂൺ കാർഡും അതുപോലെ 8 ഓഫ് കപ്സിന്റെ ഒരു കാർഡും ഉണ്ട്. അവര്, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരും. നെക്സ്റ്റ് ആക്ഷൻ ആണല്ലോ നമ്മൾ നോക്കുന്നത്, എന്താണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും, എന്നിട്ട് പോകും. ആ ഒരു രീതിയിൽ ഓൺ ഓഫ് ആ ഒരു രീതിയിലായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രോമിസസ് നൽകും. ഇനി ഞാൻ ഇന്നു മുതൽ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ പ്രോമിസസ് നൽകും. ഒപ്പം ഉണ്ടാകും എന്ന രീതിയിൽ പെരുമാറും. എല്ലാത്തിനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള രീതിയിൽ നിൽക്കുകയും മറ്റുമൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പ്രോമിസസ് ഒന്നും ഫുൾഫിൽ ചെയ്യില്ല. അവർ ജസ്റ്റ് നൈസായിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ തെന്നി മാറിപ്പോകും. ഓക്കെ, ഇത് നിങ്ങളെ ഇമോഷണലി ഹേർട്ട് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോഴും നിങ്ങൾ ആ ഒരു രീതിയിൽ നിൽക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയുള്ള ഗൈഡൻസ്, ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങളും ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങളും ട്രെയിൻഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കും. ഓക്കെ,
അപ്പോൾ അതാണ് അവര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഒരു സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ നിൽക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വാല്യൂ ഒട്ടും കുറച്ച് കളയാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്, അവരെ ചേസ് ചെയ്യരുത്. നിങ്ങളുടെ ഒരു പീസ്, സമാധാനം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ അവര് നിങ്ങളിലേക്ക് വരട്ടെ, പക്ഷെ ആ വരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക എന്നുള്ളതാണ്. അവർ വരും എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരുന്ന് അവരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക, നിങ്ങളെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്പെക്ട് മിറാക്കിൾസ്. നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. 1991 പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. എബ്രോഡ് ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 1 മ്യൂസിക്. 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ഒ മലപ്പുറം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ വി, ലെറ്റർ യു 1992 യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നുള്ളൊരു ക്ലൂ ആണ് കിട്ടുന്നത്. അക്കൗണ്ടന്റ് 1987 തിരുവനന്തപുരം ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തിയായിരിക്കാം, നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കാം. 48 hours എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ലെറ്റർ എം, ലെറ്റർ എൻ, ഗോൾഡൻ കളർ. നമ്പർ 25 1978 ടാറ്റു ആർട്ട്. വൈറ്റ് കളർ 1989 physical fitness, self-employed. Next month 1986 1975 2004 ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ടീച്ചർ, അതുപോലെ റീഡിങ്, സിംഗിങ്. നമ്പർ 29 നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. പേഷ്യൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടോക്കറ്റീവ്, ഹോണസ്റ്റ്, ഇടുക്കി, കെയറിങ്. 1981 കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 7 days എന്ന് പറയുന്ന പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.